അമ്മേ, ഇത്ര സാവധാനത്തിലാണോ കാര്യങ്ങൾ ചോദിക്കുന്നത്? സമയാവുന്നു. ആ ഫോണിൽ ഇതാ, ഞാൻ ചോദിക്കാം. ഒരു മിനിറ്റ്. ഹലോ, ആരാ മോളെ? നിലയുടെ അമ്മയാണോ? അതെ, ഞാൻ തന്നെയാ സംസാരിക്കുന്നത്. ഞാനേ കവിമോന്റെ അച്ചാച്ചന്റെ അമ്മയാ. ഓ, അങ്ങനെയാണോ? ഒരുപാട് സന്തോഷം. ഇപ്പോ എന്തിനാ ഫോൺ ചെയ്തെന്ന് വെച്ചാ, കവിനെ ഞങ്ങളിന്ന് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. കവിന് രാവിലെ പലഹാരം മുതല് ഉച്ചയ്ക്ക് ലഞ്ചിനും വൈകുന്നേരം സ്നാക്സിനും പിന്നെ രാത്രി ഡിന്നറിനും അവന് എന്തൊക്കെയാ ഇഷ്ടം വെച്ചാ ഒരു ലിസ്റ്റ് ഇങ്ങ് തന്നാ ഞങ്ങള് കുക്ക് ചെയ്യാൻ തുടങ്ങായിരുന്നു. ഞങ്ങൾക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഒരുപക്ഷെ കവിന് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഞങ്ങൾ ഉണ്ടാക്കുമെന്നൊരു പേടിയുണ്ട്. അതുകൊണ്ടാ. നിങ്ങളെ എന്റെ മോൻ വരുന്നു നോക്കി ഇത്രയും സമയം ഭക്ഷണം ഉണ്ടാക്കാൻ തയ്യാറായിരിക്കുകയാണല്ലേ? എന്നാലേ ഇവിടെ അവൻ കുംഭകർണനെ പോലെ വായും തുറന്നു കിടന്നുറങ്ങുക. ഓ, കവിൻ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ അച്ഛൻ വന്നാ പറയണേ, ഞങ്ങളിവിടെ കവിൻ വരുന്നതും കാത്തിരിക്കുകയാണെന്ന്. മോൾ അതോർത്ത് വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞോളാം. ഇപ്പോ കവിമോന് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇഷ്ടമെന്നല്ലേ ചോദിച്ചത്? അവന് കഴിക്കാൻ നിങ്ങൾ എന്തു കൊടുത്താലും അത് മുഴുവൻ കഴിച്ച് പാത്രം കാലിയാക്കിട്ടേ പോകൂ. അത്രയ്ക്കും ഭക്ഷണത്തോട് ആർത്തി അവന്. ശാപ്പാട്ട് രാമനെന്ന് കൂടി പറയാം. ഇഡ്ഡലി വേണോ ദോശ വേണോന്ന് ചോദിച്ചാ ഇഡ്ഡലിയാണ് ഇഷ്ടമെന്ന് പറയും. പൂരിയാണോ പൊങ്കലാണോ ഇഷ്ടം ചോദിച്ചാ പൂരിയാണെന്ന് പറയും. ഇത്രയൊക്കെ ഉള്ളൂ. ഇതിലൊരു 10 ഐറ്റം നിങ്ങൾ ഉണ്ടാക്കി വെച്ചാ മതി. എന്റെ പേരക്കുട്ടിയെ നക്കി തുടയ്ക്കും. സാധാരണ കുട്ടിയൊന്നും അല്ല, നന്നായിട്ട് കഴിക്കുന്ന കൂട്ടത്തിലാ. ക്വാളിറ്റിയുടെ കൂടെ ക്വാണ്ടിറ്റി നല്ലോണം ശ്രദ്ധിച്ചോ. ശരി മുത്തശ്ശി, ഒരുപാട് താങ്ക്സ്. അതൊക്കെ പോട്ടെ, സമയം ഒരുപാടായി. ഞാൻ കവിനെ എഴുന്നേൽപ്പിച്ചേ അങ്ങോട്ട് അയക്കാം. നിങ്ങൾ ജോലികളൊക്കെ ചെയ്തോ. ആ ശരി മുത്തശ്ശി, ഞാൻ പിന്നെ വിളിക്കാം. ശരി മോളെ. അമ്മേ, ഞാൻ പോയ അടുക്കളയിലെ കാര്യങ്ങൾ ശരി, നോക്കാം. ആവശ്യമുള്ളതൊക്കെ ഉണ്ടല്ലോ ഇവിടെ. എല്ലാം ഉണ്ട്, ഞാൻ തുടങ്ങിയേക്കാം. എങ്ങനെയെങ്കിലും കവിനെയും വിജയും തമ്മിൽ ഇഷ്ടപ്പെടാനുള്ള അവസരം ഉണ്ടാക്കണം. അവര് പെട്ടെന്ന് എങ്ങാനും വന്ന എന്താ ചെയ്യാ? അന്നത്തെ പോലെ അബദ്ധമൊന്നും പറ്റരുത്. എല്ലാം ഇപ്പൊ തന്നെ ഒളിപ്പിച്ചു വെക്കണം. എന്താടാ, ഇനിയും ഉറങ്ങി തീർന്നില്ലേ? എഴുന്നേക്ക്, സമയമായി. എടാ കവിനെ, സൂക്ഷിക്കണേ, പൊള്ളും. എന്താ എന്റെ ഫ്രണ്ടിന് വേണ്ടി നിങ്ങൾ മാത്രം ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാനും നിങ്ങളെ സഹായിക്കാം. ഓ, വലിയ സഹായി വന്നിരിക്കുന്നു. മാമ, അത് എടുത്തോണ്ട് പോ. എന്താ മോളെ? അത് മറ്റേ കുക്കിംഗ് സമയത്ത് നമ്മൾ തലയിൽ വെക്കുന്നത്. ഓ, കുക്ക് ചെയ്യുമ്പോ ഇടുന്ന ക്യാപ്പോ? അത് തന്നെ. നിനക്ക് ക്യാപ്പ് മാത്രല്ല, ഏപ്രനും എടുത്തോണ്ട് വരാം. കവിമോനെ, കവിമോനെ, എഴുന്നേക്കട മോനെ. എത്ര സമയമായിട്ട് വിളിക്കുവാ? എന്റെ തൊണ്ട തന്നെ വരണ്ടുപോയി. ഇങ്ങനെയുണ്ടോ ഒരു ഉറക്കം? എഴുന്നേക്കടാ കുട്ടാ. മുത്തശ്ശി, എന്തിനാണ് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? ഞാൻ മര്യാദക്ക് കിടന്ന് ഉറങ്ങല്ലേ. ഇന്ന് സൺഡേയാ, അതുകൊണ്ട് ഏർലി മോർണിംഗ് 9 മണിക്ക് വിളിച്ച് എണീപ്പിക്കല്ലേ. അയ്യോ, നിലയുടെ അമ്മ ഇവൻ വീട്ടിൽ വരുന്നതും കാത്ത് എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ലിസ്റ്റും ചോദിച്ചോണ്ടിരിക്കുക.
ഇവനാണെങ്കി എന്നെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നും പറഞ്ഞ് വീണ്ടും ഉറങ്ങാൻ നോക്കുക. എങ്ങനെ എഴുന്നേപ്പിക്കും ഇവനെ? എന്താ ഇപ്പൊ ചെയ്യാ? ആ, ഇവന് ദേവയാനി തന്നെ പറ്റൂ. ദേവയാനി, ദേവയാനി, ഒന്നിങ്ങോട്ട് വന്നേ. അമ്മേ, എന്തു പറ്റി അമ്മേ? എന്തിനാ എന്റെ പേരിങ്ങനെ ലേലം വിളിക്കുന്ന പോലെ വിളിച്ചോണ്ടിരിക്കുന്നേ? അതെ, ഇപ്പൊ കുറച്ചു നേരത്തെ നിലയുടെ അമ്മ ഫോൺ ചെയ്തിരുന്നു. ഇന്ന് ഞായറാഴ്ചയല്ലേ, കവിമോനെ ഞങ്ങളുടെ വീട്ടിലേക്ക് അയക്കുവോ, അവന് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്നും പറഞ്ഞിട്ട്. അവൻ എന്തൊക്കെയാണ് ഇഷ്ടമല്ലാത്തതെന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. എന്നാൽ ഇവനെ വിളിച്ചിട്ട് എഴുന്നേൽക്കാതെ അങ്ങനെ തന്നെ കിടന്നുറങ്ങുക. ഞാൻ വിളിച്ച് ആകെ ടയേർഡായി. അതുകൊണ്ടാ നിന്നെ വിളിച്ച്. ഞാൻ ഇവനെ എഴുന്നേൽപ്പിക്കാം, കണ്ടോ? കവിൻ മോനെ, ഗുഡ് മോർണിംഗ് ഡാ. ഞാനാ നിന്റെ അച്ഛമ്മ. എഴുന്നേക്കടാ. നൈറ്റ് കവിൻ ഉറങ്ങിക്കൊണ്ടിരിക്കുക. അല്ലാണ്ടി നല്ല കോമഡി ആയിട്ടുണ്ട്. കവിൻ, ഇങ്ങോട്ട് നോക്ക്. എത്ര സ്നേഹത്തോടെയാ നിന്നെ അവര് വീട്ടിലേക്ക് വിളിച്ചത്. നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന എന്താ ചെയ്യാ? ടൈം ആയിടാ. വേഗം പോവാണെങ്കിൽ നിനക്ക് തിരിച്ച് വേഗം വീട്ടിലേക്ക് തന്നെ വരാലോ. എന്നെ എന്തിനാ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? എന്നൊന്ന് ഉറങ്ങാൻ വിട്. അല്ല, എന്താ എല്ലാവരും കവന് ചുറ്റും നീ വിളിച്ചു. അവന് പനി വലുതുണ്ടോ? പനിയുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല. അവനെ ഇന്ന് സൺഡേ ആണ്, എന്നെ വിളിക്കരുത്, എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങണമെന്നും പറഞ്ഞു ഉറങ്ങുക. എന്നാ നിലയുടെ അമ്മ ഇപ്പൊ ഫോൺ ചെയ്തിട്ട് കവിനെ അങ്ങോട്ട് പറഞ്ഞയക്കണം. അവന് വിവിധ തരത്തിലുള്ള ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി വെക്കാന്ന് ആഗ്രഹത്തോടെ പറഞ്ഞു. ഇവിടെയാണെങ്കിലോ ഇവനെ കുംഭകർണനെ പോലെ കിടക്കുക. എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് എഴുന്നേപ്പിക്കടാ. ഇവനൊരു കാര്യം വേണ്ടെന്ന് തീരുമാനിച്ച അതിനുവേണ്ടി ഏത് എക്സ്ട്രീം വരെ പോയിട്ട് അതിനു വേണ്ടി തന്നെ വാശി പിടിച്ച് ജയിക്കാൻ നോക്കും. ഇവന് നിലയുടെ വീട്ടിൽ പോകുന്ന ഇഷ്ടമേ അല്ല. അതാ, വേറൊന്നുമല്ല. ഉറങ്ങുന്ന കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കുന്നത് എനിക്കും വിഷമുള്ള കാര്യ. മാഡം, ഉറങ്ങുന്ന കുഞ്ഞിനെ എണീപ്പിക്കുന്നതാണ് പ്രശ്നം. എന്നാലേ ഉറക്കം നടിക്കുന്ന കുഞ്ഞിനെ എണീപ്പിക്കുന്നതില് ഒരു പ്രശ്നവുമില്ല. എണീപ്പിക്കേ. സോറി സാർ. അവനെ എടാ ചക്കരക്കുട്ടാ, എഴുന്നേക്കടാ. ഡാ നോക്ക്, നിനക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ കാത്തിരിക്കുന്നത് കണ്ടില്ലടാ. നീല നമ്മുടെ വീട്ടിലേക്ക് എത്ര ജോലിയായിട്ട് സ്മാർട്ടായിട്ടോ വന്നിട്ട് പോയത്, അതേപോലെ നീയും അവരുടെ വീട്ടിൽ പോയിട്ട് ജോലിയായിട്ട് എൻജോയ് ചെയ്തിട്ട് വരണം. എന്താ പറഞ്ഞേ? നീല ഇവിടെ വന്ന് ജോലി ചെയ്തപോലെ ഞാൻ അവളുടെ വീട്ടിൽ പോയി ജോലി അടിക്കണോ?